ACN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവം 50 പേർക്കെതിരെ കേസ്. അന്വേഷണം തുടരുന്നു. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധം ശക്തം. കാഞ്ഞങ്ങാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്റ് ഓഫീസ് മാർച്ച്. കാസർഗോഡ് ഫെസ്റ്റോയുടെ സായാഹ്ന ധർണ. കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റിൽ തൊഴിലാളികൾക്ക് സുരക്ഷയോടെ വിൽപ്പന നടത്താം. വിൽപ്പന ഇനി കോമ്പൗണ്ടിനകത്ത്. റംസാൻ വിപണി പൊടിപൊടിക്കുന്നു. രുചി പകർന്ന് അറേബ്യൻ ഈത്തപ്പഴങ്ങളും പ്രത്യേക ജ്യൂസുകളും. അതിർത്തി തടസ്സമായില്ല. രാജസ്ഥാൻ സ്വദേശികളുടെ മക്കൾക്ക് മലയാള ഭാഷയുടെ മധുരം. പള്ളിക്കര മേൽപ്പാലം അലൈൻമെന്റിന് നിർദ്ദേശം നൽകിയത് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. വിശദമായ വാർത്തകളിലേക്ക്. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ 50 പേർക്കെതിരെ കേസെടുത്തു. 3 പേരെ കഴിഞ്ഞ ദിവസം ഈ കേസിൽ റിമാൻഡ് ചെയ്തിരുന്നു. മുട്ടത്തൊടി സഹകരണ ബാങ്കിന്റെ നായന്മാർ മൂലയിലെ ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഈ ബാങ്കിൽ 137 ഇടപാടുകളിലൂടെ 3,70,62,766 രൂപ തട്ടിയെടുത്തതായി സഹകരണ വകുപ്പിന്റെ അന്വേഷണ സംഘം കണ്ടെത്തി. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള ഒട്ടേറെ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി. ഇതിനിടെ ബാങ്കിന്റെ സിറ്റിസൺ നഗറിലെ ശാഖയിലെ പണയപ്പെടുത്തിയ സ്വർണം സഹകരണ വകുപ്പ് സംഘം ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചെങ്കിലും വ്യാജ സ്വർണം കണ്ടെത്താനായില്ല. ബാങ്കിലെ അപ്രൈസറായ TV സത്യപാലൻ, ഭീമനടിയിലെ ജയരാജൻ, സിറ്റിസൺ നഗർ കപ്പണയിലെ അബ്ദുൾ മജീദ് എന്നിവരെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. മുട്ടത്തൊടി സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ സഹകരണ സംഘങ്ങളിലെയും സ്വർണ്ണപ്പണയ ഉരുപ്പടികൾ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ പ്രത്യേക സംഘം പരിശോധന നടത്തും. പണച്ചിലവ് കാരണം ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന കൂടാതെയാണ് ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ സ്വർണ്ണപ്പണയം സ്വീകരിക്കുന്നത്. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ നടന്ന മുക്കുപണ്ട തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ 2 ശാഖയിലെയും മാനേജർമാരെയും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് 50ഓളം ആൾക്കാരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർധനവിൽ പ്രതിഷേധം ശക്തമാവുന്നു. യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട്ട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സാജിദ് മൗവൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ പാചകവാതകത്തിനും വില കുറക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാ UPA ഗവൺമെന്റിന്റെ എല്ലാ ജനോപകാരപ്രദമായ നടപടികളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിലെല്ലാം അഴിമതികൾ ആരോപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ അനുദിനം നമ്മുടെ സാധാരണക്കാരന്റെ കഴുത്തു ഞെരിക്കുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസത്തെയും അവരുടെ നിലപാടുകളും നയങ്ങളും വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. DCC ജനറൽ സെക്രട്ടറി ഹരീഷ് P. നായർ, BP പ്രദീപ് കുമാർ, ജോമോൻ ജോസ്, നോയൽ ടോം ജോസ്, പ്രവീൺ തോയമ്മൽ, KP മോഹനൻ, അനിൽ വാഴ്ന്നോരടി തുടങ്ങിയവർ സംസാരിച്ചു. KV ജയകുമാർ, വിനോജ് മാത്യു, T. അനീഷ് കുമാർ, മധുസൂദനൻ, ഇസ്മയിൽ, ഷീബ സനീഷ, ദിനേശൻ, പ്രകാശൻ, ബിവിൻ രാജ് തുടങ്ങിയവർ പോസ്റ്റ് ഓഫീസ് മാർച്ചിന് നേതൃത്വം നൽകി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ഫെസ്റ്റോ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ധർണ. ജൂൺ 8 ബുധനാഴ്ച വൈകുന്നേരം നടന്ന സായാഹ്ന ധർണ ഉദുമ MLA K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. യുപിയുടെ കക്ഷികളെല്ലാം പരാജയപ്പെടുത്തിയ നേതൃത്വം കൊടുത്ത കോൺഗ്രസിനെ ഇന്ത്യൻ പാർലമെന്റിലെ ഒരു പ്രതിപക്ഷ പാർട്ടി പോലും അല്ലാതാക്കുന്നതിന് വേണ്ടി അവസരമുണ്ടായത് BJPയുടെ മേന്മ കൊണ്ടൊന്നായിരുന്നില്ല. അത്രയും അഴിമതിയിൽ കുളിച്ചൊരു ഭരണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വെറുക്കപ്പെട്ടൊരു ഭരണം എന്നെല്ലാവരും അംഗീകരിച്ചപ്പോൾ ആ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും പോയി കിട്ടണം എന്നൊരു പൊതു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഫലം കൂടിയായിരുന്നു അന്ന് BJPക്ക് വോട്ട് കിട്ടി അധികാരത്തിൽ വരാൻ ഒരു കാരണമായത്. ഭൂരിപക്ഷം വോട്ടില്ലെങ്കിലും ഭൂരിപക്ഷം സീറ്റ് കിട്ടി എന്നതിൻ്റെ പേരിൽ അവർ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. V. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
KSTA സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ രാഘവൻ, NGO യൂണിയൻ നേതാവ് VC മാത്യു, C ശാന്തകുമാരി, VR രാജു, AK സദാനന്ദൻ, A പവിത്രൻ എന്നിവർ പ്രസംഗിച്ചു. പള്ളിക്കര മേൽപ്പാലത്തിന്റെ അലൈൻമെന്റിന് റെയിൽവേ 3 ദിവസത്തിനകം അനുമതി നൽകണമെന്ന് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർദ്ദേശിച്ചു. P കരുണാകരൻ MP-യുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണിത്. നീലേശ്വരം പള്ളിക്കര മേൽപ്പാലത്തിന്റെ അലൈൻമെന്റിന് റെയിൽവേ 3 ദിവസത്തിനകം അനുമതി നൽകണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർദ്ദേശിച്ചു. ബുധനാഴ്ച ഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. സേതുഭാരതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മേൽപ്പാലത്തിന്റെ സ്ഥലം റെയിൽവേ, ദേശീയപാത, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നു. ഇതിന് റെയിൽവേയുടെ അനുമതി ലഭിക്കുന്നതോടെ കൺസൾട്ടൻസി വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. 1 മാസത്തിനകം എസ്റ്റിമേറ്റും വിശദമായ പദ്ധതി റിപ്പോർട്ടും സമർപ്പിക്കുമെന്ന് ചുമതലയുള്ള ചൈതന്യ കൺസൾട്ടൻസി MD SK സിൻഹ P കരുണാകരൻ MP-യെ അറിയിച്ചു. പദ്ധതിക്ക് റെയിൽവേ ക്ലിയറൻസ് ലഭിക്കുന്നതോടെ മേൽപ്പാലത്തിന്റെ സാങ്കേതിക തടസ്സം നീങ്ങും. ഈ സാഹചര്യത്തിൽ 3 മാസത്തിനകം ടെൻഡർ നടപടി സ്വീകരിക്കുമെന്ന് MD അറിയിച്ചു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സേതുഭാരതം പദ്ധതിയിലുള്ള കേരളത്തിലെ 2 പദ്ധതികളിലൊന്നാണ് പള്ളിക്കര മേൽപ്പാലം. P കരുണാകരൻ MP-യുടെ നിരന്തര ഇടപെടലിലാണ് മേൽപ്പാലം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. കാഞ്ഞങ്ങാട് മത്സ്യവിൽപ്പന ഇനി കോമ്പൗണ്ടിനകത്ത് മാത്രം. നഗരസഭാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെത്തി വിൽപ്പനക്കാരെ കോമ്പൗണ്ടിലേക്ക് മാറ്റി. നഗരസഭാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെത്തിയാണ് വിൽപ്പനക്കാരെ കോമ്പൗണ്ടിനകത്തേക്ക് മാറ്റിയത്. കോമ്പൗണ്ടിന് പുറത്ത് മീൻ വിൽക്കരുതെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ നിരവധി തവണ നിർദ്ദേശം നൽകിയിരുന്നു. പുറത്ത് മീൻ വിൽക്കുമ്പോൾ മലിനജലം പരിസരങ്ങളിൽ കെട്ടിനിൽക്കുകയും പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും ഏറെയാണ്. 2 വർഷം മുൻപ് കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ജില്ലാ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും മാരകരോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കൾ വളരുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. മത്സ്യമാർക്കറ്റിൽ പൂർണ്ണമായും വൃത്തിയുള്ള ഒരു മത്സ്യമാർക്കറ്റാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശം. അതിനാവശ്യമായ ഇടപെടൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുകയാണ്. അവിടങ്ങളിൽ ശുചീകരിക്കാനും അതുപോലെ തന്നെ ഹോൾസെയിൽ, റീറ്റെയിൽ രണ്ടും വെവ്വേറെയാക്കി തൽക്കാലത്തേക്ക് ഒരു 2 മാസത്തേക്ക് മഴ തീരുന്നത് വരെ ഹോൾസെയിൽ കച്ചവടം അതിന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് തൽക്കാലം മാറ്റാനും അതുപോലെ തന്നെ ഈ ഹോൾസെയിൽ കച്ചവടത്തിനൊരു പ്രത്യേക സമയം നിശ്ചയിക്കാനും നഗരസഭ ആലോചിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി മത്സ്യമാർക്കറ്റിൽ 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തുകയും കോമ്പൗണ്ടിനകത്തിരുന്ന മത്സ്യം വിൽക്കാനായി കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ പണിയുകയും ചെയ്തിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പലതും ചൂണ്ടിക്കാട്ടി മീൻ വിൽപ്പന അകത്തേക്ക് മാറ്റിയില്ല. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MP ജാഫർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ N ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ സന്തോഷ് എന്നിവരും ഉദ്യോഗസ്ഥരും എത്തി മുഴുവൻ വിൽപ്പനക്കാരെയും കോമ്പൗണ്ടിനകത്തേക്ക് മാറ്റുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്കെതിരെ വാട്സാപ്പിലൂടെ അപവാദ പ്രചരണം നടത്തിയതിന് ഒരാൾക്കെതിരെ കേസെടുത്തു. ബദിയടുക്കയിലെ സ്റ്റാർ BDKയുടെ അഡ്മിൻ ഇബ്രാഹിമിനെതിരെയാണ് കേസ്. നിയമസഭാ തിരഞ്ഞെടുപ്പിനിടയിൽ രവീശ തന്ത്രി കുണ്ടാറിനെതിരെ വാട്സപ്പിലൂടെയാണ് അപവാദ പ്രചരണം നടത്തിയത്. ബീഫ് ഭക്ഷിക്കുന്നവരുടെ വോട്ട് തനിക്ക് വേണ്ട എന്ന് തന്ത്രി പറയുന്നതായാണ് വാട്സപ്പിലൂടെ പ്രചരിച്ചത്. പ്രചരണ തിരക്കിനിടയിൽ ഇക്കാര്യം അറിഞ്ഞ സ്ഥാനാർത്ഥി തന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം നിഷേധിച്ചിരുന്നു. വിവാദ വാർത്ത വന്നതോടെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അഡ്വക്കേറ്റ് സദാനന്ദ റൈ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന്റെ അന്വേഷണത്തെ തുടർന്നാണ് ബദിയടുക്കയിലെ ഇബ്രാഹിമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വാട്സപ്പിലൂടെ വന്ന ഈ വാർത്ത കൈകാര്യം ചെയ്തവരെല്ലാം കേസിൽ പ്രതികളാവും. കുമ്പള ലിറ്റിൽ ലില്ലി സീനിയർ സെക്കൻഡറി സ്കൂളിൽ LKG പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പ്രകൃതിയെ സ്നേഹിക്കാം എന്ന ആദ്യ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവേശനോത്സവം നടന്നത്. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയ കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി മാറി ഈ ചടങ്ങ്. UKGയിലെയും 1ാം ക്ലാസ്സിലെയും കുട്ടികൾ നിരവധി പരിപാടികൾ അവതരിപ്പിച്ചത് നവാഗതരെ സന്തോഷവാന്മാരാക്കി. സ്കൂൾ ചെയർപേഴ്സൺ
ചെയർപേഴ്സൺ സരസ്വതി രാമചന്ദ്രൻ കളർ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ മാത്യു, വൈസ് പ്രിൻസിപ്പൽ CK സുരേഷ്, അധ്യാപകരായ ഗണേഷ്, സബിത, പ്രീതി എന്നിവർ നേതൃത്വം നൽകി. നിരവധി രക്ഷിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായി. NGO അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി ഹാളിലായിരുന്നു കൺവെൻഷൻ. സംസ്ഥാന സെക്രട്ടറി B. ബാബു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മെയ് 31 റിട്ടയർ ചെയ്യുന്ന നിരവധി ജീവനക്കാരി 2-3 ദിവസമാണ് അവർക്ക് ആകെ സർവീസ് ഉണ്ടായിരുന്നത്. അവരെ പോലും മനോമോഹനെ മാറ്റിയത് തിരുവനന്തപുരത്തെ DME ഓഫീസിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. അതുപോലെ തന്നെ അമാനുള്ള DHSലെ സീനിയർ സൂപ്രണ്ട്, അദ്ദേഹവും ഈ കഴിഞ്ഞ 31 റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്നും പാഠശാലയിലേക്കാണ് സ്ഥലം മാറ്റി. ജില്ലാ പ്രസിഡന്റ് V. ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PV രമേശൻ, AV രാജഗോപാലൻ, K. സജികുമാർ, MP കുഞ്ഞുമൊയ്തീൻ, PV ദാമോദരൻ, KV ഗോപിനാഥൻ, E. മീനകുമാരി, സുരേഷ് പെരിയങ്ങാനം, MB ലോകേഷ് എന്നിവർ സംസാരിച്ചു. ഇനി പുണ്യം തേടി. അറേബ്യൻ ഈത്തപ്പഴങ്ങളും പ്രത്യേക ജ്യൂസുകളും. ഇത് മധുരിക്കുന്ന നോമ്പുകാലം. വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് നോമ്പു വിപണിയിൽ നിറയുന്നത്. അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേകതരം ഈത്തപ്പഴങ്ങളെ കൊണ്ട് സമ്പന്നമാവുകയാണ് നോമ്പ് വിപണി. ടുണീഷ്യ, അൾജീരിയ, ഒമാൻ, സൗദി അറേബ്യ, ജോർദാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈത്തപ്പഴങ്ങളാണ് നമ്മുടെ വിപണിയിൽ ഏറ്റവും കൂടുതലായി വിൽക്കപ്പെടുന്നത്. കിലോയ്ക്ക് 60 രൂപ മുതൽ 450 രൂപയോളം വിലയുള്ള ഈത്തപ്പഴങ്ങൾ വിപണിയിലുണ്ട്. ഒമാൻ്റെ കിമിയയാണ് ഇത്തവണ താരം. ഈത്തപ്പഴം പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് കാരക്കയും. വൈറ്റ്, ബ്ലാക്ക് എന്നീ 2 ഇനങ്ങളിലായുള്ള കാരക്കയ്ക്ക് 330, 191 രൂപയാണ് വില. ഈത്തപ്പഴത്തിനും കാരക്കയ്ക്കും പുറമെ അത്തിക്ക, കാഷ്യൂ, ഉണക്കമുന്തിരി എന്നിവയും ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഇനങ്ങളാണ്. ഇതോടൊപ്പം ചെറി, കസ്കസ്, ഇസാബുഗുൽ എന്നിവയുമുണ്ട്. ശരീരത്തിന് ഏറെ തണുപ്പ് നൽകുന്ന ഇസാബുഗുൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒന്നാണ്. എന്നാൽ മിക്ക ഡ്രൈ ഫ്രൂട്ടുകൾക്കും നിരവധി ആവശ്യക്കാരുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. നോമ്പിൻ്റെ ആൾക്കാർ കൊടുക്കുന്നത് എന്നുവെച്ചാൽ കൂടുതൽ പലതരം ഈത്തപ്പഴങ്ങളും ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ടുണീഷ്യ, അൾജീരിയ, പിന്നെ ഒറിജിനൽ കിമിയ ഒറിജിനൽ, അങ്ങനെ 10-25 തരം ഈത്തപ്പഴം ഇവിടെ നമ്മളെ വിപണിയിലുണ്ട്. എല്ലാം ഇമ്പോർട്ടഡ് ആണ് കൂടുതലും. ഡയറക്റ്റ് മറ്റേ ഇറാഖ്, ഇറാൻ, ജോർദാൻ, സൗദി ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കുറേ തരം ഈത്തപ്പഴങ്ങൾ, അത്തിപ്പഴങ്ങൾ, ആപ്രിക്കോട്ട്, അങ്ങനെ കിസ്മിസ്, കാഷ്യൂ, പലതരം ഈത്തപ്പഴങ്ങൾ അങ്ങനെ നമ്മൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം. ഈത്തപ്പഴത്തിനും മറ്റു ഉണക്കപ്പഴങ്ങൾക്കും പുറമെ ജ്യൂസ്, കസ്റ്റഡ്, ഫലൂദ, ദൂത് മിൽക്ക്, ഷൈക്ക് എന്നിവയും നോമ്പ് വിപണിയിലെ താരങ്ങൾ തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. LBS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന വേളയിൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന സംശയങ്ങളും അബദ്ധങ്ങളും പരിഹരിക്കാനുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമാണ് വ്യാഴാഴ്ച മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നത്. പലപ്പോഴും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വരുത്തുന്ന അബദ്ധങ്ങൾ വിദ്യാർത്ഥികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക. പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം LBS പ്രിൻസിപ്പൽ ഡോക്ടർ KA നവാസ് നിർവഹിച്ചു. കാസർഗോഡ് അങ്ങനെ ഒരു പരിപാടിയില്ല. അതുകൊണ്ടാണ് അത് LBSന്റെ ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 4 വർഷമായി അത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും തുടർന്നും ഈ പരിപാടി നടത്തണം എന്നുള്ള ആഗ്രഹമാണ് അതിൻ്റെ ആളുകൾക്കുള്ളത്. പ്രൊഫസർ PR സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഈ വർഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തെ വിദഗ്ധർ ക്ലാസ് എടുത്തു. മഞ്ചേശ്വരം യത്തീംഖാനയ്ക്ക് കീഴിൽ ഇക്രഹ് വിമൻസ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കേരള വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റാഷിദ് അലി ശിഹാബ് തങ്ങൾ വിമൻസ് കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്ഥാപനം ഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് SSLC കഴിഞ്ഞ കുട്ടികൾക്ക് +1-നും അതോടൊപ്പം തന്നെ മറ്റു കോഴ്സുകളൊക്കെ പഠിച്ച് ഉന്നത രീതിയിലുള്ള മതവിദ്യാഭ്യാസവും
അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസവും നൽകി ഉന്നത രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. SSLC പാസ്സായി യത്തീംഖാനയ്ക്ക് പുറത്തുള്ള വിദ്യാർത്ഥിനികൾക്കാണ് ഇവിടെ പ്രവേശനം നൽകുന്നത്. +1 കൊമേഴ്സ്, +1 ഹ്യൂമാനിറ്റീസ് എന്നിവയും ഖുർആൻ, ഹദീസ്, ഫിഖ്, കമ്പ്യൂട്ടർ എന്നീ കോഴ്സുകളുമാണ് ആദ്യ വർഷം ആരംഭിക്കുന്നത്. ഈ കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയായി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം അലീമസ് സർട്ടിഫിക്കറ്റുകളും നൽകും. മുൻമന്ത്രി ചെറുക്കളം അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയുടെ ഉദ്ഘാടനം മഞ്ചേശ്വരം MLA PB അബ്ദുറസാഖ് നിർവഹിച്ചു. കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനം മുഹമ്മദ് പാവൂരും റംസാൻ പ്രഭാഷണം ആസിർ ഹാമിദിയും SSLC പരീക്ഷാ വിജയികൾക്ക് ഇബ്രാഹിം മുണ്ടിയത്തടുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അർഷദ് ബുർക്കടി, മുംതാസ് സമീറ, മുസ്തഫ ഉദ്യാവര, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് ആജി, യത്തീംഖാന സെക്രട്ടറി മൊയ്തീൻ പ്രിയ, അലി മാസ്റ്റർ തുടങ്ങിയവരും പ്രസംഗിച്ചു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ കമ്മിറ്റി രൂപീകരണ സമ്മേളനം സമാപിച്ചു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ സബ് ഓഫീസ് പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം BMS ജില്ലാ സെക്രട്ടറി K ശ്രീനിവാസനാണ് ഉദ്ഘാടനം ചെയ്തത്. ലോക രാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ചൈനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചൈനൻ ഭരണകൂടത്തിന്റെ കീഴിലുണ്ടായിരുന്ന ചൈനീസ് ഒരു തൊഴിലാളി പ്രസ്ഥാനമായിരുന്നു ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള ലോകത്തിലെ ട്രേഡ് യൂണിയൻ. അതിനെ കവച്ചു വെച്ചുകൊണ്ട് ഇന്ന് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി ഭാരതീയ മസ്ദൂർ സംഘം വളർന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ പ്രവർത്തനം. ഇനി ഒന്നാം സ്ഥാനത്തുള്ള ഭാരതീയ മസ്ദൂർ സംഘം 2025 ഭാരതത്തിൽ ഒരേ ഒരു ട്രേഡ് യൂണിയൻ മാത്രമേ ഭാരതത്തിൽ ഉണ്ടാവൂ എന്ന് നമ്മുടെ സ്ഥാപക നേതാവായ ശ്രീ ദത്തമോഹൻ ടേങ്കർജി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചിക്കുകയാണ്. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി A വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നേതാക്കളായ M ബാബു, BV സത്യനാഥൻ, A വിശ്വനാഥൻ, K നാരായണ, KV ബാബു, വിശ്വനാഥ ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി K ശ്രീനിവാസനെ പ്രസിഡന്റായും SK ഉമേഷ്, ഭരതൻ, കല്യാൺ റോഡ്, രാഘവേന്ദ്ര എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. രാജസ്ഥാൻ സ്വദേശികളുടെ മക്കളായ ശീതളും കോമളും ഇനി മലയാള മധുരം നുകരും. ചന്ദേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂളിലാണ് ഇരുവരും അക്ഷരമധുരം തേടിയെത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം മറുനാടൻ തൊഴിലാളികളുടെ മക്കളെ കൂടി വിദ്യാലയങ്ങളിലെത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് 2 കുട്ടികളെ വിദ്യാലയത്തിലെത്തിക്കാൻ സാധിച്ചത്. രാജസ്ഥാൻ ദർഗമ സ്വദേശികളായ വിനോദിന്റെയും മധുവിന്റെയും മകളാണ് കോമൾ. പപ്പുവിന്റെയും രേഖയുടെയും മകളാണ് ശീതൾ. മാർബിൾ തൊഴിലാളികളാണ് കുട്ടികളുടെ മാതാപിതാക്കൾ. കാരിക്കടവിലെ വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. വീടിന് സമീപത്തെ അംഗൻവാടിയിൽ കുറച്ചു മാസം കുട്ടികൾ പഠനം നടത്തിയിരുന്നു. അവിടെ നിന്നാണ് അറിവിൻ്റെ പുതുലോകം തേടി കുരുന്നുകൾ വിദ്യാലയത്തിലെത്തിയത്. മറുനാട്ടിൽ നിന്നെത്തിയവരായതുകൊണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠനം നടത്താൻ കഴിയുമോ എന്ന ആശങ്ക തൊഴിലാളികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും വിദ്യാലയങ്ങളിലെത്താതെ വീടുകളിൽ കഴിയുകയും ചെയ്യുന്നു. ഇത്തരം കുട്ടികളെ കണ്ടെത്താൻ തദ്ദേശ ഭരണസ്ഥാപനങ്ങളുടെ സഹായത്തോടെ സർവശിക്ഷാ അഭിയാൻ സർവേ നടത്തി വരുന്നുണ്ട്. ജൂൺ മാസത്തിൽ തന്നെ സർവേ പൂർത്തിയാക്കും. പ്രധാനാധ്യാപകർ, വാർഡ് മെമ്പർ എന്നിവരുടെ സഹകരണത്തോടെയാണ് കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. മുതൽ 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ചുമതലയാണ്. കാസർഗോഡ് ജില്ലയിൽ അന്യദേശ തൊഴിലാളികളായി ഒരുപാട് പേരെത്തുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ മക്കൾക്ക് ഇവിടെയുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള അവകാശമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ 7 BRCകളുടെ പരിധിയിൽ ഇങ്ങനെ ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻസ് കുട്ടികളുണ്ട്. ഇവരെ കണ്ടെത്തി വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
ഇങ്ങനെ കണ്ടെത്തുന്ന കുട്ടികളെ പ്രായത്തെ അടിസ്ഥാനമാക്കി ക്ലാസുകളിലേക്ക് പ്രവേശനം നൽകും. ആദ്യമായി വിദ്യാലയത്തിൽ എത്തുന്നവരായതുകൊണ്ട് ഇത്തരം കുട്ടികളെ ചേർക്കുന്ന ക്ലാസ്സിനനുസൃതമായ പഠന നിലവാരത്തിലേക്ക് ഉയർത്താൻ വിദ്യാഭ്യാസ വളണ്ടിയർമാരുടെ സഹായത്തോടെ 3 മാസത്തെ പ്രത്യേക പരിശീലനവും നൽകും. ഇതിനായി ഫണ്ടും നീക്കിവെച്ചിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതാണ് ഇത്തരം കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രശ്നം. എന്നാൽ കുട്ടികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം ഹാജരാക്കി വിദ്യാലയത്തിൽ കുട്ടികൾക്ക് പ്രവേശനം നേടാം. 3 മാസത്തിനകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവുമായി ചെറുവത്തൂരിൽ സമാദരം. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നമ്മുടെ വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അക്കാദമിക് കഴിവുകളും അക്കാദമികേതരമായിട്ടുള്ള കഴിവുകളെല്ലാം പരിപോഷിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരുടെ വ്യക്തിത്വ വികാസം വളർത്തിയെടുത്ത് നാടിന്റെ ഉത്തമ പൗരന്മാരാക്കി നാടിനോട് പ്രതിബദ്ധതയുള്ള ദേശാഭിമാന പ്രചോദിതമായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അവരുടെ അറിവ് അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനം, അവരുടെ ബഹുമുഖമായ കഴിവ് സമൂഹത്തിന്റെ ഗുണപരമായ വളർച്ചയ്ക്ക് പ്രയോജനകരമായി പ്രയോജനപ്പെടുത്തുക, നന്നായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എം രാജഗോപാലൻ MLA അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയർ അധ്യക്ഷനായി. CV പ്രമീള, KV കുഞ്ഞിരാമൻ, മാധവി കൃഷ്ണൻ, M യൂസഫ്, ഡോക്ടർ PV കൃഷ്ണകുമാർ, TM സദാനന്ദൻ, K നാരായണൻ, K പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും എരിഞ്ഞിക്കീൽ പുഴയിൽ അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കുന്നതിനായി ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ KP അരവിന്ദൻ, പ്രദോഷ് രാജീവൻ, റസീൻ എന്നിവരെയും ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവം 50 പേർക്കെതിരെ കേസ്. അന്വേഷണം തുടരുന്നു. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധം ശക്തം. കാഞ്ഞങ്ങാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്റ് ഓഫീസ് മാർച്ച്. കാസർഗോഡ് ഫെസ്റ്റോയുടെ സായാഹ്ന ധർണ. കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റിൽ തൊഴിലാളികൾക്ക് സുരക്ഷയോടെ വിൽപ്പന നടത്താം. വിൽപ്പന ഇനി കോമ്പൗണ്ടിനകത്ത്. റംസാൻ വിപണി പൊടിപൊടിക്കുന്നു. രുചി പകർന്ന് അറേബ്യൻ ഈത്തപ്പഴങ്ങളും പ്രത്യേക ജ്യൂസുകളും. അതിർത്തി തടസ്സമായില്ല. രാജസ്ഥാൻ സ്വദേശികളുടെ മക്കൾക്ക് മലയാള ഭാഷയുടെ മധുരം. പള്ളിക്കര മേൽപ്പാലം അലൈൻമെന്റിന് നിർദ്ദേശം നൽകിയത് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു.